ഇതെന്നാ രാവിലെ പരിപാടിയൊക്കെ? ഇഞ്ചിക്കറിയോ? എന്താ സ്പെഷ്യൽ? ഓണത്തിനാണോ? ഓ കൊള്ളാം, നോക്കട്ടെ എവിടം വരെ എത്തി? തേങ്ങ വറുത്ത ഇഞ്ചിക്കറി. ഞാൻ ഇഞ്ചിക്കറി കേട്ടിട്ടുണ്ട്, തേങ്ങ വറുത്തുള്ള ഇഞ്ചിക്കറി ഞാൻ കേട്ടിട്ടില്ല. അത് കൊള്ളാമല്ലോ, പുതിയ സംഭവം. കൊള്ളാം, നോക്കട്ടെ. ഓ ഇത് ഇഞ്ചി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇത് വറക്കണോ? ഓ ഇത് എണ്ണയാണോ? ഓക്കെ, ഞാനോടത്ത് വെള്ളത്തിലിട്ട് വേവിക്കുന്നതാന്ന്. അല്ല, ഞാനോടത്ത് വെള്ളത്തിലിട്ട് വേവിക്കുന്നതാണ്. ഓക്കെ, അല്ല ഇത് വറക്കുന്ന അത് വേറെ രീതി വറക്കുന്ന. ഇഞ്ചി കറി ഇതുപോലെ ഇഞ്ചി ഇട്ട് വറക്കുന്ന ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത് തേങ്ങ ഇട്ട് വറക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാം. അല്ല, അത് വറക്കുവാണെങ്കിൽ സാധാരണ നമ്മൾ ഇങ്ങനെയല്ല വറക്കുന്നേ. ഇത് ഇങ്ങനെ വറക്കുന്നു, ഇങ്ങനെയാണോ വറക്കുന്നത്? അല്ല, അത് അത്ര എണ്ണയ്ക്കകത്ത് മുങ്ങി കടന്നുകൊണ്ട് ചോദിച്ചാണ്. ഞാൻ ഇനി വെള്ളമാണോ? ഓക്കെ, നടക്കട്ടെ. എന്നാ ശരി, ഉണ്ടാക്കി കഴിഞ്ഞ് കാണാം. ഇപ്രാവശ്യത്തെ ഓണത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഇഞ്ചിക്കറി കണ്ടാലോ. ഞാനൊരു 1/4 കിലോ ഇഞ്ചി എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് കഴുകി നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കനം കുറച്ച് ഒരേ കനത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇഞ്ചി ഒന്ന് വറുത്തെടുക്കണം. വെളിച്ചെണ്ണയ്ക്കകത്താണ് ഞാൻ വറുത്തെടുക്കുന്നത്. ഞാൻ ഈ ഒരു സോസ് പാനിനകത്താണ് വറുക്കുന്നത്. കാരണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 2 പ്രാവശ്യമായിട്ടിട്ട് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇല്ലെങ്കിൽ എണ്ണ ഒരുപാട് ഒഴിക്കേണ്ടി വരും. പിന്നീട് ഈ എണ്ണ ഒന്നിനും ഉപയോഗിക്കാനും പറ്റില്ല, ഇഞ്ചിയുടെ ടേസ്റ്റ് വരും. അപ്പം ഞാൻ ചൂടായ എണ്ണയിലേക്ക് ഒരു പകുതി ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ ഇഞ്ചി മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ വറുത്തെടുക്കാം. അപ്പം ഇഞ്ചി സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇവിടെ ഒരു പാൻ വെക്കുന്നുണ്ട്. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു 3-4 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം. നല്ല ചുമക്കെ തന്നെ വറുത്തെടുക്കണേ. സൈഡിൽ നമ്മുടെ ഇഞ്ചി മൂത്ത് വരുന്നുണ്ട്. ഇടയ്ക്ക് അതും കൂടി ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ മൂത്ത് വരാൻ കുറച്ച് സമയം എടുക്കുവേ. അപ്പോൾ ഇഞ്ചി നമ്മുടെ ഏകദേശം ആകാറായിട്ടുണ്ട്. രണ്ടും കൂടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം 2 പണിയും കൂടെ ഒന്നിച്ചാവുവേ. കഴിഞ്ഞ വിഷുവിന് ഞാൻ ചെയ്ത ഇഞ്ചിക്കറി കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നേ. അത് ഞാൻ വറക്കാതെ പച്ചയ്ക്കാണ് ചെയ്തിരുന്നത്. അത് നല്ല ഇഞ്ചിക്കറി ആയിരുന്നു കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയോ. വിഷു സ്പെഷ്യലായിട്ട് അത് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇപ്രാവശ്യത്തെ ഇഞ്ചിക്കറിയും കുറച്ചും കൂടെ സ്പെഷ്യലാണ് കേട്ടോ. ഇഞ്ചി ഇതുപോലെ മൂത്ത് കിട്ടണേ. ഇഞ്ചി മൂത്ത മണം വരുമ്പോൾ തന്നെ ഒരു സദ്യയുടെ ഫീല് വരുവേ. ഈ ഇഞ്ചി ഞാൻ എണ്ണയ്ക്കകത്ത് തന്നെ വറുത്താണ്, വെള്ളത്തിൽ വറുത്തല്ല കേട്ടോ. ഈ ഇഞ്ചി കോരി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി ഇഞ്ചിയും കൂടെ ഈ എണ്ണയിൽ തന്നെ വറുത്ത് പോരാം. ഇഞ്ചിക്കറി തന്നെ നമുക്ക് എത്ര സ്റ്റൈലിൽ ചെയ്യാം അല്ലേ. എൻ്റെ ചാനലിൽ തന്നെ ഇത് 3ാമത്തെ ടൈപ്പ് ഇഞ്ചിക്കറിയാണ്. ആദ്യം ഞാൻ ചെയ്ത ഇഞ്ചിക്കറി എയർ ഫ്രയറിനകത്ത് വറുത്തെടുത്തിട്ട് ചെയ്താണ്. വറുത്ത് പൊടിച്ച് വെച്ചിരിക്കും. എന്നിട്ട് വേണ്ടപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തുണ്ടാക്കും. ഇപ്പം നമ്മുടെ തേങ്ങ നല്ല ചുമക്ക വറുത്തെടുത്തിട്ടുണ്ട്. തേങ്ങ ഒരുപോലെ മൂത്ത് കിട്ടാനായിട്ട് നമ്മൾ തേങ്ങ ചിരണ്ടിയതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്താൽ മതിയേ. അപ്പോൾ എല്ലാം ഒരേപോലെ വറുത്ത് കിട്ടും. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഇതൊരു 2 ടീസ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കാവേ. ഇതൊരു കളറിനും കൂടെ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. മുളക് പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇനിയുള്ള മുളക് പൊടിയാണെങ്കിൽ അതിൻ്റെ പച്ചമണം പെട്ടെന്ന് മാറി കിട്ടും. കാശ്മീരി ചില്ലി പൗഡറിന് കുറച്ച് കൂടുതൽ സമയം എടുക്കും അതിൻ്റെ പച്ചമണം മാറാനായിട്ട്. ഇപ്പോൾ മുളക് പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതങ്ങ് മാറ്റി വെക്കാം. 2ാം ട്രിപ്പ് വറുക്കാനിട്ട ഇഞ്ചി ഇപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇതും കൂടെ കോരി മാറ്റി വെക്കാം. ഈ ഒരു പാനിനകത്ത് ഞാൻ വെച്ചതുകൊണ്ടാണ് അത്ര എണ്ണയ്ക്കകത്ത് ഇത്രയും ഇഞ്ചി വറുത്തെടുത്തത്. ഇനി ഈ എണ്ണയിൽ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ വറുത്തെടുക്കാനുണ്ട്. ഇഞ്ചി വറുത്തെടുത്ത എണ്ണയ്ക്ക് എപ്പോഴും ആ ഇഞ്ചിയുടെ ടേസ്റ്റ് ഉണ്ടാവും. നമ്മളത് വേറെ കറിക്കകത്തൊന്നും ഒഴിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഇനി ഇതിനകത്തേക്ക് ഇതുപോലെ കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആദ്യം ആ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. അതൊന്ന് പകുതി മൂപ്പാകുമ്പോഴത്തേക്കും കുറച്ച് പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാക്കൊത്ത് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചുമന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിക്കറി വെക്കുമ്പോൾ എപ്പോഴും വറുത്തിട്ടായാലും പച്ചക്കായാലും ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ വറുത്തിട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പച്ചമുളകിൻ്റെ അളവൊക്കെ എരിവിനനുസരിച്ച് ചേർത്തോണേ. ഞാനിവിടെ ഒരു 3 പച്ചമുളക് എടുത്തിരിക്കുന്നത്. അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. പിന്നെ ഇഞ്ചിയുടെ എരിവും കൂടെ വരുമല്ലോ. ഈ രീതിയിൽ തേങ്ങ വറുത്തരച്ചിട്ട് വെക്കുന്ന ഇഞ്ചിക്കറി നമുക്ക് കുറേ നാൾ വെച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റുമേ. അങ്ങനെ അത്ര പെട്ടെന്നൊന്നും കേടാവില്ല അത്. ഈ തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഈ എണ്ണയിൽ നമുക്ക് കോരി മാറ്റാം. അപ്പം വറുക്കാനുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമ്മുടെ വറുത്ത ഇഞ്ചി ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ ഇഞ്ചി ഒരുപാട് നൈസാക്കി പൊടിക്കുന്നില്ല, കുറച്ചൊന്ന് തരിതരിപ്പോട് കൂടിയാണ് പൊടിച്ചെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി ഒരു നാരങ്ങ വലുപ്പത്തിൽ ഞാൻ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കറിക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം കൂടെ ഈ കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് കൂടാതെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. പുളിക്കകത്തേക്ക് തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് പുളിയൊന്ന് പിഴിഞ്ഞെടുക്കണം.
ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇപ്പോഴേ, പിന്നീട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരണം. ഈ മൺചട്ടിക്ക് കുറച്ച് പൊക്കം കൂടുതലായത് കാരണം ഉള്ളിലേക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മുടെ പുളിവെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി ഇതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ തീയലിനൊക്കെ അരക്കില്ലേ വെള്ളം ചേർക്കാതെ എന്ന് പറഞ്ഞ പോലെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരും. അപ്പം ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് വേണം അരച്ചെടുക്കാൻ. ഇതുപോലെ കണ്ടോ, എണ്ണ തെളിഞ്ഞ് വന്നുണ്ടോ നന്നായിട്ട്, ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഇനി ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവേ. ഈ ഇഞ്ചിക്കറി ഇരുന്ന് നന്നായിട്ട് കുറുകും. ഇപ്പോൾ കുറച്ച് വെള്ളം കൂടുതലാണെന്ന് തോന്നിയാലും കുറച്ച് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് കുറുകി തന്നെ വരുവേ. അപ്പോൾ ഈ സമയത്ത് തന്നെ ആ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തോണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ശർക്കര പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഉരുക്കിയ ശർക്കര ചേർക്കുന്നെങ്കിൽ അതനുസരിച്ച് വെള്ളം അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു 3/4 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ മുഴുവനായിട്ട് ഇടുന്നില്ല, ഒരു പകുതി ആദ്യം ഇട്ട് കൊടുക്കുക. മധുരം കുറവാണെങ്കിൽ വീണ്ടും ചേർക്കാം. നോക്കിയപ്പോൾ മധുരം കുറവായിരുന്നു, അപ്പം ഞാൻ ബാക്കി ശർക്കരയും കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പൊടി ശർക്കരയ്ക്ക് മധുരം കുറവാണ് മറ്റേ ശർക്കരയെക്കാളും? എപ്പോഴും ഇത് ഉപയോഗിക്കുമ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. ഈ ചട്ടിക്കുള്ളിലേക്ക് വീഡിയോ ക്ലിയർ ആയിട്ട് കിട്ടാത്ത കാരണം ഞാനൊരു പരന്ന ചട്ടിയിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ടായിരുന്നേ. നന്നായിട്ട് തിളയ്ക്കണം ഇത്. നമ്മുടെ ഇഞ്ചി വറുത്ത എണ്ണയിൽ തന്നെ ഞാനൊന്ന് കടുക് തളിച്ചിടാൻ പോവാണ്. കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞപ്പോൾ 2 വറ്റൽമുളക് മുറിച്ചതും കൂടെ ഇട്ട് കൊടുത്തു. കറിവേപ്പിലൊന്നും ഇടണ്ട, കാരണം നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇനി ഇതിലേക്ക് ഞാൻ സ്പെഷ്യലായിട്ടൊരു സാധനം ചേർക്കുന്നുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ഇതുപോലെ കൊത്തി എരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ചുമക്ക വറക്കരുത്, ഒരു പകുതി വെന്ത പോലെ ആയാൽ മതി. എന്നിട്ട് ഈ കറിക്കകത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ ഇഞ്ചിയുടെ നല്ലൊരു ഫ്ലേവർ വരും. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് മൂത്ത് ഉപ്പ്. ഇതിലേക്ക് ഇനി കുറച്ച് പൊടികളും കൂടെ ചേർക്കണം. ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കാം. കായപ്പൊടിയുടെ അളവ് ഞാൻ പറയുന്നില്ല, കാരണം ഓരോരുത്തരുടെയും കയ്യിലിരിക്കുന്ന കായത്തിന് ഓരോ ടേസ്റ്റ് ആയിരിക്കും. ഉലുവയുടെ അളവ് കുറച്ചേ ചേർക്കാവുള്ളേ. കായം പിന്നെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി ഇത് നമ്മുടെ ഇഞ്ചിക്കറിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇത്തവണത്തെ ഓണം സ്പെഷ്യൽ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പല ടൈപ്പ് ഇഞ്ചിക്കറിയുടെ റെസിപ്പി ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത്തവണ ഓണത്തിന്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓണം സ്പെഷ്യൽ റെസിപ്പികളുമായി വീണ്ടും കാണാം. താങ്ക്